അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ഉസ്താദ് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമായിരിക്കും. കടബാധ്യതയാണ് അദ്ദേഹത്തിന് ആത്മഹത്യക്ക് കാരണമാക്കിയതെന്ന് അറിഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ശമ്പളം എത്രയാണെന്നറിയാമോ? 11,000 രൂപ. ഒരു വിശ്വാസിക്ക് ആത്മഹത്യ ചെയ്യൽ അനുവദനീയമല്ല എന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയാം. അത് ഹറാമാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ ഉസ്താദ് ഏതൊരു സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചത് എന്നറിയില്ല. പക്ഷേ കടക്കണിയിൽപ്പെട്ട് പരിസര ബോധം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ പാപം ജോലി ചെയ്ത സ്ഥലത്തെ ഒരാൾ അല്ലെങ്കിൽ ആ മഹല്ലിലുള്ള ഒരു 10 പേർ ചേർന്നായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കടക്കണിയിൽ നിന്ന് അദ്ദേഹത്തെ എത്ര പെട്ടെന്ന് വേണമെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ അതിന് ഒരാൾ പോലും തുനിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമായ കാര്യം. ദീൻ പറഞ്ഞു കൊടുക്കുന്ന, ദീൻ പഠിക്കുന്ന നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മളെ ദീനിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന ഒരു ആലിമായിരിക്കണം മരണപ്പെട്ടത്. ആ നഷ്ടം ആ മഹല്ലിലുള്ള ഓരോ ആളുകളുടെ ഹൃദയത്തിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കാരണക്കാർ ആ മഹല്ലിലുള്ള ഓരോ ആളുകളാണ്. ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഉസ്താദുമാർ ത്യാഗം ചെയ്യുന്ന ഓരോ സമയവും നാളെ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും വിലപ്പെട്ടതാണെങ്കിൽ അവരുടെ ജീവിത സാഹചര്യത്തിൻ്റെ പേരിൽ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി പള്ളികളിൽ വന്ന് അടിമപ്പണി ചെയ്യുന്ന ഉസ്താദുമാർ വരെയുണ്ട്. അവർക്ക് വേണ്ട പരിഗണന നൽകിയില്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല. ആ പാവം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി. ഈ അവസ്ഥ എത്ര നാൾ തുടരുന്നുവോ അത്ര നാളും അതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദിൻ്റെ ജോലിയോടൊപ്പം വേറെന്തെങ്കിലും പരിപാടികൾ കൂടെ ചെയ്തുകൂടെ? 5 നേരം ബാങ്ക് വിളിക്കേണ്ട ഉസ്താദ് എങ്ങനെയാണ് വേറൊരു ജോലി ചെയ്യുക? ഒരു നേരത്തെ ബാങ്ക് വിളി അല്പം വൈകിയാൽ ഇതുവരെ പള്ളിയിൽ കയറാത്തവൻ വരെ വന്ന് ആ ഉസ്താദിനോട് പ്രശ്നമുണ്ടാക്കുന്ന കാലമാണ്. ഇനി മദ്രസ മാത്രം പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണെങ്കിൽ ആ കുറച്ച് സമയത്തിനുള്ളിൽ എന്ത് ജോലിയാണ് അദ്ദേഹം ചെയ്യുക? അങ്ങനെ ചെയ്താൽ തന്നെ വരും തലമുറയ്ക്ക് ഇതൊരു വെല്ലുവിളിയാകില്ലേ? ആരെങ്കിലും ഉസ്താദ് ആയി വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമോ? ഇനി ഒരു നാട്ടിൽ ഒരു ഉസ്താദ് ഒരു കട തുടങ്ങുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണ്. പള്ളിയുടെ സമയം കഴിഞ്ഞാൽ അദ്ദേഹം കടയിലേക്ക് പോവുകയും നമസ്കാര സമയത്ത് പള്ളിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നതും. പക്ഷേ ഉസ്താദ് കൃത്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹല്ലിലെ കമ്മിറ്റിക്കാർ അദ്ദേഹത്തെ പുറത്താക്കുകയുണ്ടായി. എന്നിട്ട് വേറൊരു ഉസ്താദിനെ ആ പള്ളിയിലേക്ക് ജോലിക്ക് നിയമിക്കുകയും ചെയ്തു. ഏതോ നാട്ടിൽ നിന്ന് വന്ന ആ പാവം പള്ളിയോടൊപ്പം ഒരു അധിക വരുമാനത്തിന് വേണ്ടി ഈ മഹല്ലിൽ തന്നെ തുടങ്ങിയ ഒരു കടയാണ്. മുതൽ മുടക്കി തുടങ്ങിയ ആ കട അദ്ദേഹം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? ഉസ്താദിൻ്റെ ജോലിയും പോയി, ആ കട മാത്രം നോക്കി അദ്ദേഹം ഈ നാട്ടിൽ തന്നെ എങ്ങനെ നിൽക്കും? അതോ വേറെ ഏതെങ്കിലും മഹല്ലിലേക്ക് ജോലിക്ക് പോകുമോ? അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസം എത്രത്തോളം ഉണ്ടാകും? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അപ്പുറത്തെ വീട്ടിൽ വിശപ്പുണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ മരുന്ന് വാങ്ങാൻ പണമില്ലെങ്കിൽ മഹല്ലിലെ ഉസ്താദ് ബാങ്കിൻ്റെ നോട്ടീസുമായി ജീവിക്കുകയാണെങ്കിൽ അതൊന്നും അറിയാതെ സമൂഹം മിനാരങ്ങളുടെ ഉയരം കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അഭിമാനിക്കരുത്. ചുമരുകൾ മനോഹരമാക്കുന്നത് പുണ്യമായേക്കാം, പക്ഷേ മനുഷ്യരെ മറക്കുന്നത് പുണ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ന് ചില ഉസ്താദുമാർ ഉപജീവനത്തിൻ്റെ പേരിൽ ചെയ്യാൻ പാടില്ലാത്ത വഴികളിലേക്ക് വഴിതുപ്പുകയാണ്. വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല, കാരണം ജീവിതത്തിൻ്റെ ഭാരം കൊണ്ട് മുതുകൊടിഞ്ഞത് കൊണ്ടാണ്. ഇതൊരു വ്യക്തിയുടെ അല്ല, ഒരു സമൂഹത്തിൻ്റെ പരാജയമാണ്. ഇതെല്ലാം സമൂഹം സമയത്ത് കൈപിടിക്കാത്തതിൻ്റെ കൂടി പ്രശ്നമാണ്. ഇനിയെങ്കിലും മഹല്ലിലുള്ള ആളുകളും സംഘടനകളും പള്ളി മദ്രസ കെട്ടിപ്പൊക്കുന്നതിനോടൊപ്പം അവിടെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുടെ ഉപജീവനത്തിനുള്ള ആവശ്യത്തിനുള്ള മാർഗം കണ്ടെത്തുക തന്നെ ചെയ്യണം. ഓരോ മഹല്ലിലും ഓരോ സംഘടനയിലും സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന ഉസ്താദുമാർക്കും ദഅ്വാ പ്രവർത്തനങ്ങൾക്കും അടിയന്തരമായ സഹായം ലഭിക്കുന്ന പലിശരഹിതമായ ക്ഷേമ സംവിധാനങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യണം. ഇത് ദീൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ അന്തസ്സിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട ഉസ്താദിൻ്റെ എല്ലാ വീഴ്ചകളും തെറ്റുകളും പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ വിശാലമാക്കുകയും അവരുടെ മുഴുവൻ ബുദ്ധിമുട്ടുകളും ആ കുടുംബത്തിൻ്റെ മുഴുവൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ട് പോയ നബിതങ്ങളുടെ അവസാനത്തെ അനന്തരാവകാശ സ്വത്താണ് ഈ ദീൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ദീനിനെ
മുറുകെ പിടിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരുടെ അവസ്ഥയാണിത്. അതുകൊണ്ട് എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു വിഷയത്തെ കാണുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ്